ഹലോ. ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് പഠിച്ചു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് സിറ്റുവേഷൻ ആണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യാഷ് പ്രൈസ് ആർ നോട്ട് ഗിവൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. അതായത് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരില്ല, ക്യാഷ് പ്രൈസും നമുക്ക് അവൈലബിൾ അല്ല ക്വസ്റ്റ്യനിൽ. അങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? In this situation, we can calculate the amount of interest included in each installment. This is possible by forming equations for each installment and solving them. അതായത് ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓരോ ഇൻസ്റ്റാൾമെന്റിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇക്വേഷൻസ് ഫോം ചെയ്യും. അതിൽ നിന്നാണ് ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെന്റിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ explain ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ MS India Motors Limited sells scooters on the hire purchase system. The term of payment are ₹1000 on delivery, 1040 at the end of the first year, 960 at the end of the second year, and 880 at the end of the third year, inclusive of financial charges, that is interest. Calculate the amount of interest included in each installment. അതായത് MS India Motors ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് സ്കൂട്ടേഴ്സ് സെൽ ചെയ്യുന്നത്. ടേം ഓഫ് പേയ്മെന്റ് പറയുന്നത് 1000 ഓൺ ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1000 ഡൗൺ പേയ്മെന്റ് എന്നാണ്. ദെൻ 1040 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ്, 960 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ്, പിന്നെ 880 തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ഇതിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളോട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്താ അറിയില്ല? ക്യാഷ് പ്രൈസ് അറിയില്ല, പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇക്വേഷൻ ഫോം ചെയ്തിട്ടാണ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ലെറ്റ് എക്സ് ബി ദ ക്യാഷ് പ്രൈസ് ആൻഡ് ഐ ബി ദ ഇൻട്രസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് പ്രൈസിനെ എക്സ് എന്നും ഇൻട്രസ്റ്റിനെ ഐ ആയിട്ടും കണക്കാക്കാം. അങ്ങനെയാണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് പ്രൈസ് പ്ലസ് 3 വർഷത്തേക്കും കൂടിയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലേ, ബാലൻസ് എന്നുള്ള ഇൻട്രസ്റ്റ് അല്ലേ നമ്മൾ ആദ്യത്തെ വർഷം കൊടുക്കുന്നത്, എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിന് കൊടുക്കുന്നത്, മൊത്തത്തിൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതിനും അല്ലേ നമ്മൾ ആദ്യത്തെ വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. So we can write this as x plus 3i is equal to 1040. 1040 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അല്ലേ, അതെന്താണ്? ഇക്വേഷൻ നമ്പർ 1. Then സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിനെ എങ്ങനെ എഴുതാം? x plus 2i, ക്യാഷ് പ്രൈസ് പ്ലസ് 2i. ഓക്കെ, 960 അത് എത്രയാണ്? ഓരോ വർഷത്തെയും അടങ്ങിയിരിക്കുന്ന ക്യാഷ് പ്രൈസ് പ്ലസ് 2i, ബാക്കി 2 വർഷത്തേക്കായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ്. സോ 960 അത് സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? തേർഡ് ഇൻസ്റ്റാൾമെന്റ് എങ്ങനെയായിട്ട് എഴുതാം? നമുക്ക് x പ്ലസ് 1i, അതാണ് 880 എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആഡിങ് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യും അല്ലെ. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 വേണമെങ്കിൽ ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അത് ചെയ്തു നോക്കാം. ഇക്വേഷൻ നമ്പർ, അതായത് നമ്മൾ ഈ 3 ഇക്വേഷൻസ് ഫോം ചെയ്തല്ലോ, അവൈലബിൾ ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ ഫോം ചെയ്ത് ഈ 3 ഇക്വേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും സെക്കൻഡ് ഇക്വേഷനെയും തേർഡ് ഇക്വേഷനെയും ആഡ് ചെയ്ത് ഒരു ഫോർത്ത് ഇക്വേഷൻ ഉണ്ടാക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x പ്ലസ് 2i is equal to 960, x പ്ലസ് i is equal to 880 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x പ്ലസ് 3i is equal to 1840 എന്നുള്ള പുതിയൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ പുതിയ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂസിന് ആ വാല്യൂസിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുന്നു. 2x പ്ലസ് 3i is equal to 1840 മൈനസ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ x plus 3i is equal to 1040. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് x ന്റെ വാല്യൂ 800 ആയിട്ട് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ്
ചെയ്തത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 3i-യും 3i-യും കട്ടാവും. എക്സ് 2xൽ നിന്ന് ഒരു എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 800 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒരു വാല്യൂ, നമുക്ക് രണ്ട് വാല്യൂസ് അറിയില്ലല്ലോ, എക്സും ഐയും അറിയില്ല. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂനെ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. ആ വഴിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇയറിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു ഫർദർ ഇക്വേഷൻ കൂടി ഫോം ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൈലബിൾ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ 3 ഇക്വേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ഫോം ചെയ്യാതെ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷന് മൈനസ് ചെയ്യാം. അതായത് എക്സ് പ്ലസ് 3i is equal to 1040 മൈനസ് എക്സ് പ്ലസ് 2i is equal to 960. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സും എക്സും പോവും, അപ്പൊ 0. പിന്നെ 3i-ന്ന് 2i മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1i is equal to 80. അതായത് ഐയുടെ വാല്യൂ 80 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ വാല്യൂനെ ഏതെങ്കിലും ഇക്വേഷനിൽ, ഇപ്പോ ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് പ്ലസ് ഐ എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 80. എക്സ് പ്ലസ് 80 is equal to 880. Therefore, x is equal to 880 minus 80 is equal to 800. എക്സിന്റെ വാല്യൂ 800 എന്ന് കിട്ടി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഫസ്റ്റ് തേർഡ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് 80 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയറിലുള്ള ഇൻട്രസ്റ്റിന് 2 into 80 വെച്ച് ചെയ്യാം. അപ്പോൾ 160 കിട്ടും. തേർഡ് ഇയറിലുള്ള ഇൻട്രസ്റ്റിന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 3 into ഐയുടെ വാല്യൂ ആയിട്ടുള്ള 80 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും? 240 കിട്ടും. അപ്പൊ ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ വെച്ചുകൊണ്ട് ഓരോ പിന്നെ നമ്മുടെ ഇക്വേഷൻസിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ക്യാഷ് പ്രൈസും കണ്ടുപിടിക്കാം, അതുപോലെ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാം. അതായത് ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ക്യാഷ് പ്രൈസ് 800 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിൽ നിന്ന് ഈ ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ ഏത് മെത്തേഡ് ആണോ, ഒരു പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്ത് അതിൽ നിന്ന് മൈനസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണോ, അതല്ല ഈ സിമ്പിൾ മെത്തേഡ് മതിയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് ഇൻട്രസ്റ്റ് ഓരോ ഇൻസ്റ്റാൾമെന്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.